Hello guys, welcome to KS Mains discussion of paper 2. This is the part 2 of KS Mains discussion of paper 2 because in the part 1 we have discussed the first 15 questions. In this part we will be discussing the question number 16 to question number 28. Okay, so without further ado, let's begin. Okay, so we'll start with the 16th question. 16th question is write a brief note on India's contribution towards sustainable development goals. അപ്പോൾ ഈ ക്വസ്റ്റ്യനെ നമുക്ക് എങ്ങനെ അഡ്രസ് ചെയ്യാം, ക്വസ്റ്റ്യനെ എങ്ങനെ ഹിറ്റ് ചെയ്യാം? ആദ്യം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്താണെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ വളരെ ചുരുക്കത്തിൽ ഒന്നോ രണ്ടോ സെന്റൻസിൽ പറയാം. ആൻഡ് യു ക്യാൻ ലിസ്റ്റ് എ ഫ്യൂ ഓഫ് ദം. മൂന്നോ നാലോ എണ്ണം ലിസ്റ്റ് ചെയ്യാം. Then we'll come to the crux of the question, which is India's contribution towards sustainable development goals. India sustainable development goalsന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ പ്രൈമറി ഏരിയ. So before that, sustainable development goals എന്താണെന്ന് വേണമെങ്കിൽ പറയാം, ലിസ്റ്റ് എ ഫ്യൂ ഓഫ് ദം. Then India's contribution towards those goals. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്ന കാര്യം 17 എണ്ണം ഉണ്ട്, 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ട്. സോ it is a very diverse and broad range of goals. അതിന് towards all those goals ഇന്ത്യ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഈ ആൻസറിൽ എഴുതാം. പക്ഷെ ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ അതിൽ 3-4 പോയിന്റ് എടുത്ത് ഫോക്കസ്ഡ് ആയിട്ട് ടുവേർഡ്സ് ദാറ്റ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നതായിരിക്കും ഇച്ചിരൂടെ നല്ല രീതി ഓഫ് ആൻസർ. ഇൻ ദിസ് കണ്ടെക്സ്റ്റ് യു ക്യാൻ ലിസ്റ്റ്, വെൻ യു ലിസ്റ്റ് യു ക്യാൻ ടോക്ക് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. നോ പോവർട്ടി പറയുന്നുണ്ട്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ പറയുന്നുണ്ട്, പിന്നെ ഹെൽത്ത് കെയർ പറയുന്നുണ്ട്, ജെൻഡർ ഇൻഇക്വാലിറ്റി പറയുന്നുണ്ട്. സോ യു ക്യാൻ ലിസ്റ്റ് എ ഫ്യൂ ഓഫ് ദോസ്. അതിനുശേഷം യു ക്യാൻ ലൈക്ക് റൈറ്റ് എന്തൊക്കെ ആക്ഷൻസ് ആണ് ഇന്ത്യ ഈ കണ്ടെക്സ്റ്റിൽ എടുത്തിട്ടുള്ളത്. സോ വെൻ യു സ്പീക്ക് അബൌട്ട് ആക്ഷൻസ് ടേക്കൺ ബൈ ഇന്ത്യ ഇൻ ദിസ് കണ്ടെക്സ്റ്റ് യു ക്യാൻ ഡെഫിനറ്റ്ലി മെൻഷൻ NDCs, അതായത് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ്. നമുക്ക് 3 NDCs ആണുള്ളത് in the context of Paris Agreement and Sustainable Development Goals. അതിൽ നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നതിൽ ആദ്യമായിട്ട് വരുന്നത് റിഡ്യൂസിങ് എമിഷൻസ് intensity about 30 to 33% of 2005 by 2030. പിന്നെ ഇലക്ട്രിസിറ്റി ജനറേഷനിൽ നോൺ ഫോസിൽ ഫ്യൂവൽസിന്റെ പെർസെൻറ്റേജ് ഷെയർ എന്ന് പറയുന്നത് 40% ആക്കുക, അഗെയിൻ ബൈ 2030. Then creating additional carbon sink of 2.5 to 3 billion tons by creating additional forest and tree cover. ഇതാണ് NDCs എന്ന് പറയുന്നത്. പിന്നെ ഇതല്ലാതെ നമ്മൾ ആ പറഞ്ഞ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, പോവർട്ടി, ക്വാളിറ്റി ഹെൽത്ത് കെയർ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ആ കണ്ടെക്സ്റ്റിലൊക്കെ ഇന്ത്യ എടുത്തിട്ടുള്ള എന്തൊക്കെ ആക്ഷൻ ഉണ്ടോ അതെല്ലാം നമുക്ക് ഇന്ത്യസ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് SDGs എന്ന് പറഞ്ഞ് എഴുതാം. ആൻസേഴ്സിലൊക്കെ ഒരുപാട് കണ്ടന്റ്, ഒരുപാട് ആൻസേഴ്സ് എഴുതിയിട്ടുണ്ട്. യു ക്യാൻ സീ ആൻഡ് യു ക്യാൻ റീഡ് എന്താ നിങ്ങൾക്ക് റെലവെന്റ് എന്ന് തോന്നുന്നു എഴുതാം. ഞാൻ ജസ്റ്റ് അതിന്റെ സ്ട്രക്ചർ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 17 പറയുന്നത് ഇൻ ദി കണ്ടെക്സ്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് explain hazard, exposure, vulnerability and resistance. അപ്പോൾ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 4 വാക്കുകളും അവരുടെ അർത്ഥങ്ങളുമാണ് ചോദിച്ചിരിക്കുന്നത് ഇൻ ദി കണ്ടെക്സ്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. സോ ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഇൻഡ്യൂസ്ഡ് ഡിസാസ്റ്റേഴ്സ് വരുമ്പോഴാണ് നമ്മൾ പ്രൈമറിലി ഈ 4 വാക്കുകളുടെ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണെന്ന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. യു ജസ്റ്റ് ഹാവ് ടു എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ദീസ് വേർഡ്സ് ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഇതിലൊരു സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹസാർഡ് എന്ന വാക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലായിട്ടുള്ള അർത്ഥം സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ വാക്കിൽ എഴുതാൻ പറ്റുമെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ബിക്കോസ് ദാറ്റ് ഈസ് ദ റൈറ്റ് തിങ് ടു ഡു, ദാറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് തിങ് ടു ഡു ഇൻ ദി എക്സാം ലൈക്ക് കണ്ടീഷൻ. ഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നാച്ചുറൽ ഫെനോമിന ഓർ പ്രോസസ്, അത് കാരണം എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമ്പാക്ട്, എന്തെങ്കിലും ഒരു ദുർഘടന, എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ്, ഒരു ഇഷ്യൂ എക്കണോമിക്കോ സൊസൈറ്റിക്കോ പറ്റാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹസാർഡ് എന്ന് വിളിക്കും. അതൊരു പൊട്ടൻഷ്യൽ ത്രെറ്റ് ആണ്. അങ്ങനത്തെ ഒരു കാര്യത്തിനാണ് നമ്മൾ ഹസാർഡ് എന്ന് പറയുക. സോ വാട്ട് ഈസ് എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ സിസ്റ്റംസ്, വാട്ട് ആർ
people or elements that can be exposed to a particular disaster or a hazard. Exposure refers to people, property, system, elements. എന്തൊക്കെ കാര്യങ്ങളാണോ ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഹസാർഡിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആവുന്നത് അതിനെല്ലാം നമ്മൾ എക്സ്പോഷർ ഗണത്തിൽ പെടുത്താം. Then you have vulnerability. Vulnerability എന്ന വാക്ക് is also basically susceptibility. Basically vulnerability means some people are more vulnerable to hazards and disasters than others. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിസാസ്റ്റേഴ്സ് പറയുമ്പോൾ കൊച്ചു കുട്ടികൾ, പ്രഗ്നന്റ് ലേഡീസ്, ഡിസബിലിറ്റീസ് ഉള്ളവർ, അങ്ങനത്തെ ആൾക്കാർ കൂടുതൽ സസെപ്റ്റബിളും വൾണറബിളും ആയിരിക്കും. അപ്പൊ ഈ വാക്ക് വൾണറബിലിറ്റി എന്നുള്ള വാക്കിന്റെ അർത്ഥം അത് തന്നെയാണ്. അതായത് ഡിമിനിഷ്ഡ് കപ്പാസിറ്റി ഓഫ് എ സർട്ടൻ ഇൻഡിവിജ്വൽ ടു ഫേസ് റെസിസ്റ്റ് ഹസാർഡ് ഓർ എ ഡിസാസ്റ്റർ, അതിനെയാണ് നമ്മൾ വൾണറബിലിറ്റി എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇതൊക്കെ എഴുതുമ്പോൾ എക്സാമ്പിൾ കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് വിൽ ബി much more good. Then what is resilience? It's a very powerful word, something that we often use in disaster management context. Disaster resilience എന്ന് പറയുന്നത് is the capacity of an individual or of a society or of a community to bounce back, to recover or to bounce back from a hazard or a disaster. ആ കപ്പാസിറ്റിനെയാണ് നമ്മൾ റെസിലിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് it is the ability of individuals, communities, organizations and states to adapt and to recover from hazards, shocks or stresses without compromising long-term prospects for development. നെയാണ് നമ്മൾ റെസിലിയൻസ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഒരു ഡയഗ്രാം ഒക്കെ തന്നിട്ടുണ്ട്. വൾണറബിലിറ്റിയും എക്സ്പോഷറും റിസ്കും എല്ലാം കൂടെ ചേർന്ന്, ഹസാർഡും കൂടെ ചേർന്ന് വരുന്നിടത്താണ് ഡിസാസ്റ്ററിന്റെ റിസ്ക് ഏറ്റവും കൂടുതൽ ഉളവാകുന്നത്. സോ ഇങ്ങനെ ഡയഗ്രാംസ് എന്തെങ്കിലും വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അതുകൊണ്ടാണ് ഡയഗ്രാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പറയാൻ ആകെ ഉള്ളത്. 4 ടേംസ് തന്നിട്ടുണ്ട്, അതിന്റെ എക്സ്പ്ലനേഷൻ മാത്രം പറഞ്ഞാൽ മതിയാകും. ഓക്കെ, മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 18. റൈറ്റ് എ ക്രിട്ടിക്കൽ നോട്ട് ഓൺ ദി ലെസൺസ് ലേൺഡ് ഫ്രം എക്സൺ വാൾഡേസ് ഡിസാസ്റ്റർ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഡിസാസ്റ്റർ എന്താണെന്ന് അറിയണം. കുറച്ചു പേർക്ക് ഈ ഡിസാസ്റ്ററിനെ കുറിച്ച് എക്സാമിലെ കണ്ടീഷനിൽ ഇപ്രാവശ്യം അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ, ബിക്കോസ് ഇത് ഇച്ചിരി പഴയതാണ്. ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം എൻവയോൺമെന്റൽ പെർസ്പെക്റ്റീവ്, ബിക്കോസ് ദിസ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഓയിൽ സ്പിൽസ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്. മാൻ മെയ്ഡ് ഡിസാസ്റ്റർ ആയിരുന്നു. ഇറ്റ് വാസ് എ മാൻ മെയ്ഡ് ഡിസാസ്റ്റർ. അപ്പൊ സംഭവിച്ചത് എന്താന്ന് പറഞ്ഞാൽ എക്സൺ വാൾഡേസ് എന്ന് പറയുന്നത് ഒരു വലിയ ഓയിൽ ടാങ്കർ ആയിരുന്നു. ഇത് അലാസ്കൻ കോസ്റ്റിന്റെ ഇപ്പുറത്ത് ലാർജ് സ്കെയിലിൽ ഒരു ഓയിൽ സ്പിൽ ഉണ്ടായി 1989. So in 1989, a large oil tanker called Exxon Valdez was responsible for a huge man-made disaster and one of the largest oil spills in the human history, resulting in the huge pollution and contamination of the coastal regions of Alaskan region. Alaskan region ഒരു ലാർജ് സ്കെയിൽ കണ്ടാമിനേഷൻ തന്നെ ഈ ഓയിൽ സ്പിൽ കാരണം ഉണ്ടായി. അപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന വാട്ട് ആർ ദ ക്രിട്ടിക്കൽ ലെസൺസ് ഫ്രോം ദിസ് സ്പിൽ എന്നാണ്. ഈ ഓയിൽ സ്പില്ല് നമുക്ക് എല്ലാവർക്കും വളരെ വലിയൊരു പാഠമായിരുന്നു. അത് എന്തൊക്കെയാണ് അതിന്റെ പാഠം? ഒന്ന്, ഓയിൽ സ്പിൽ ക്ലീനപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു മിത്താണ്. കാരണം ഡിസ്പൈറ്റ് എഫേർട്സ് റേഞ്ചിങ് ഇയേഴ്സ്, not more than 10% could be cleaned up. In fact, less than 10% could be cleaned up. Approximately 7% മാത്രമേ ഓയിൽ സ്പില്ല് ക്ലീൻ അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. Most importantly, അതിന്റെ environmental consequences are still negatively impacting the region. അതായത് കോസ്റ്റൽ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള കോസ്റ്റൽ സ്പീഷീസ്, ഇൻക്ലൂഡിംഗ് ആംഫിബിയൻസ്, ഫിഷസ്, ഓട്ടേഴ്സ്, ബേർഡ്സ്, ക്രസ്റ്റേഷ്യൻസ്, അങ്ങനത്തെ ഒരുപാട് സ്പീഷീസ് അവിടെ എൻവയോൺമെന്റലി എൻഡേഞ്ചേർഡ് ആയി ആൻഡ് ദേ ഹാവൻറ്റ് റിക്കവേർഡ് ഡിസ്പൈറ്റ് കപ്പിൾ ഓഫ് ഡിക്കേഡ്സ്. ഇപ്പൊ 3 ഡിക്കേഡ്സ്, ക്ലോസ് ടു 3 ഡിക്കേഡ്സ് ആവുകയാണ്, പക്ഷെ ഇപ്പോഴും അത് റിക്കവർ ചെയ്തിട്ടില്ല. ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെസൺസ്. ദെൻ what is the important thing is understanding that ഒരു coastal community fail ആയി കഴിഞ്ഞാൽ for it to be restored it's very difficult. ആ full food chain അല്ലെങ്കിൽ food web തന്നെ ബ്രേക്ക് ആയി പോയി. It has not been restored so far. അപ്പൊ എന്താണ് ലെസൺസ് ഫ്രോം ദ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ, ഒരു ഓയിൽ സ്പിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് ക്ലീനപ്പ് ചെയ്യുക, അത് അതിന്റെ ഇഷ്യൂസ് മിറ്റിഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. സോ ഇതിൽ നിങ്ങൾക്ക് ഒരു കാര്യം എഴുതാം. നമ്മൾ അതിൽ നിന്ന് പഠിച്ച ഒരു മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് ഓയിൽ സ്പിൽ ഇസ് മച്ച് ബെറ്റർ ദാൻ, ഈവൻ ഇഫ് ഇറ്റ് ഈസ് നമ്മൾ ഒരുപാട് കെയർഫുൾ ആയാൽ പോലും പ്രിവെൻഷൻ ഈസ് മച്ച് ബെറ്റർ ദാൻ
മിറ്റിഗേഷൻ ഓർ ക്യൂർ എന്നുള്ള സാധനമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ എഴുതാം. ഓക്കെ, so that was about Exxon Valdez disaster. Moving on, question number 19. Comment on Sky Islands in Western Ghats. ഇതും ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തവർക്ക് ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും, പക്ഷെ എന്നാലും അത് ഗസ് അടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ദേ ആർ ക്ലിയർലി മെൻഷനിങ് വെസ്റ്റേൺ ഗാർഡ്സ്. വെസ്റ്റേൺ ഗാർഡ്സിൽ സ്കൈ ഐലൻഡ്സ് എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ ഗാർഡ്സിലെ ഹൈറ്റ്സിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ആയിരിക്കണം എന്തായാലും. അപ്പൊ എന്താണ് സ്കൈ ഐലൻഡ്സ് എന്നുള്ളത് പറയണം. സ്കൈ ഐലൻഡ്സ് റെഫേഴ്സ് ടു മോണ്ടെയിൻ ഷോല ഫോറസ്റ്റ്. മോണ്ടെയിൻ ഷോല ഫോറസ്റ്റ്. എന്തുകൊണ്ടാണ് അവരെ സ്കൈ ഐലൻഡ്സ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ഗ്രാസ് ലാൻഡ്സിൽ, പ്രോമിനന്റ് ഗ്രാസ് ലാൻഡ്സിൽ ഈ ഷോല ഫോറസ്റ്റുകൾ എടുത്തു നിൽക്കും. അവര് ഭയങ്കര മാർക്ഡ് ആയിട്ട് എടുത്തു മാറി നിൽക്കും അവരുടെ ഗ്രാസ് ലാൻഡ്സിൽ. മൊണ്ടെയിൻ എവർഗ്രീൻ റീജിയനില്, ആ ഗ്രാസ് ലാൻഡ് റീജിയനില് ഷോല ഫോറസ്റ്റ് വിച്ച് ആർ മൗണ്ടെയിൻ type of forests that are seen primarily in the Western Ghats, avare markedly different ആണ് from their surroundings, and they distinguish and stand distinct from their surroundings, creating what is known as the phenomenon of Sky Island in Western Ghats. Sky Islands in Western Ghats, adana primarily parayunna. And why are they called islands? Islands ennu vilikkan kaaranam they are actually isolated environmentally and geographically from other hilly areas, and therefore they have unique microclimates. They have unique microclimates and, dare I say, microbiomes. ഈ മൈക്രോബയോംസ് പറയാൻ കാരണം ഒരുപാട് endemic species, endemic taxa both in fauna and flora are found in this region. High degree of endemism. നമുക്ക് ഈ കാര്യങ്ങളാണ് സ്കൈ ഐലൻഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ബാക്കി നിങ്ങൾക്ക് എഴുതാം, കണ്ടന്റ് ഒരുപാട് ആൻസറിലുണ്ട്. സോ ദീസ് ആർ ദ കീ തിങ്സ്. ഷോല ഫോറസ്റ്റ് എന്ന് പറയുന്നത് സ്കൈ ഐലൻഡ്സ് എന്ന് വിളിക്കുന്ന ഷോല ഫോറസ്റ്റുകളെയാണ്. മൗണ്ടെയിൻ എവർഗ്രീൻ ഫോറസ്റ്റുകളാണ്. എവർഗ്രീൻ ആണെന്നുള്ളത് ഓർക്കുക. ഹയസ്റ്റ് റീച്ചസ് ഓഫ് ദ വെസ്റ്റേൺ ഗാർഡ്സിലാണ് കാണപ്പെടുന്നത്. ഐസൊലേറ്റഡ് ആണ് ജോഗ്രഫിക്കലി. അതുകൊണ്ട് തന്നെ ദീസ് ആർ ഫ്രാഗ്മെന്റഡ് forest patches on each island. അതുകൊണ്ടാണ് അവരെ ഐലൻഡ് എന്ന് വിളിക്കുന്നത്. ദേ ഹാവ് ഡിസ്പ്രപ്പോർഷനേറ്റ്ലി മോർ എൻഡമിക് ടാക്സ. ഞാൻ പറഞ്ഞ പോലെ ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം ഉണ്ട്. ആൻഡ് ദേ ആർ പല ഇന്ത്യൻ റിവേഴ്സും ഒറിജിനേറ്റ് ചെയ്യുന്ന ഈ ഹാബിറ്റാറ്റിലാണ്. അതുകൊണ്ട് തന്നെ ദേ സപ്പോർട്ട് മില്യൺസ് ഓഫ് പീപ്പിൾ ആൻഡ് ഫാം ലാൻഡ്സ് ഡൗൺ സ്ട്രീം. അപ്പൊ അതൊക്കെയാണ് കീ പോയിന്റ്സ്. ദെൻ യു ക്യാൻ സേ എന്തൊക്കെയാണ് ത്രെറ്റ്സ് ദാറ്റ് ആർ ഫേസ്ഡ് ബൈ ഷോല ഫോറസ്റ്റ് in these areas. Then you can also say what is the protection mechanism that we are using. അപ്പോൾ നമ്മൾ ഈ ഷോല ഫോറസ്റ്റ് വരുന്ന പല ഏരിയാസിനെയും പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആയിട്ട് ഇയർമാർക്ക് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ മെയിൻലി പറയുന്ന ഏരിയാസ് ഉൾപ്പെടെ, അതായത് നമ്മുടെ കുറച്ച് നാഷണൽ പാർക്ക് ഏരിയാസ് പോലെ നീലഗിരി ബയോസ്ഫിയർ റീജിയൻ ഒക്കെ നമ്മൾ അത് ഇയർമാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയാം. അപ്പൊ ത്രെറ്റ്സും പറയാം, പ്രൊട്ടക്ഷനും പറയാം. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അധികം എഴുതാനുള്ള സ്കോപ്പ് ഇല്ല. പ്രൈമർലി അവർ ചോദിച്ചിരിക്കുന്ന സ്കൈ ഐലൻഡ്സിനെ കുറിച്ച് എഴുതാനാണ്. അപ്പൊ അതങ്ങ് എഴുതുക. ഓക്കെ, മൂവിങ് ഓൺ. ക്വസ്റ്റ്യൻ നമ്പർ 20. Question number 20 is talking about green chemistry. Question is briefly explain the principles of green chemistry. ആദ്യം നമ്മൾ ഗ്രീൻ കെമിസ്ട്രി എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, എന്നിട്ട് അതിന്റെ പ്രിൻസിപ്പിൾസ് എഴുതുക. അതാണ് ഈ ക്വസ്റ്റ്യനിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ചെയ്യേണ്ടത്. ഗ്രീൻ കെമിസ്ട്രി എന്താണ്? അഗെയിൻ ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാം. സസ്റ്റൈനബിൾ കെമിസ്ട്രി, അതിന്റെ വേറൊരു വാക്കാണ് സസ്റ്റൈനബിൾ കെമിസ്ട്രി എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള കെമിസ്ട്രി. എന്താണ് സസ്റ്റൈനബിൾ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ? making sure that whatever chemical processes and chemical manufacturing that we are involved in, it is sustainable. അപ്പോൾ അതെങ്ങനെ സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും? making sure of optimization of processes to make sure that there is minimal waste products and minimal toxic products produced during chemical process. അതിനെയാണ് നമ്മൾ ബേസിക്കലി ഗ്രീൻ കെമിസ്ട്രി എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്താണ്? 5-6 പ്രിൻസിപ്പിൾസ് എഴുതുക, അത് മതി. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ കോമൺ സെൻസിക്കൽ ആണ്. പൊല്യൂഷൻ വളരെ കുറവായിരിക്കണം, നോ ഓർ ലെസ് വേസ്റ്റ്, പിന്നെ റിന്യൂവബിൾ ഫീഡ് സ്റ്റോക്സ് ആയിരിക്കണം പ്രൈമറിലി യൂസ് ചെയ്തിട്ടുണ്ടാവുക. റിന്യൂവബിൾ ആയിട്ടുള്ള ഫീഡ് സ്റ്റോക്സ് ആയിരിക്കണം പ്രൈമറിലി യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഹസാർഡസ് അല്ലെങ്കിൽ ടോക്സിക് ആയിരിക്കരുത്. നോൺ ഹസാർഡസ് ഓർ നോൺ ടോക്സിക് ആയിരിക്കണം. പിന്നെന്താ പറയാൻ പറ്റുക? അതായത് എനർജി എഫിഷ്യന്റ് ആൻഡ്
എനർജി വളരെ കുറച്ച് ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ എന്തും നിങ്ങൾക്ക് കോമൺ സെൻസിക്കലി ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ എന്തൊക്കെ ആലോചിക്കാവോ അതെല്ലാം നിങ്ങൾക്ക് എഴുതാം. സേഫർ കെമിക്കൽസ് ആയിരിക്കണം, ടോക്സിക് ഇല്ലാത്തതായിരിക്കണം, വേസ്റ്റ് കുറവായിരിക്കണം, അതെല്ലാം നമുക്ക് പ്രിൻസിപ്പൽസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറഞ്ഞ് എഴുതാം. ഇവിടെ ഒരുപാട് പോയിന്റ്സ് പറയുന്നുണ്ട്. പ്രിവെൻഷൻ ഓഫ് വേസ്റ്റ്, ബൈ പ്രോഡക്ട്സ്, സേഫർ കെമിക്കൽസ് ആയിരിക്കണം, എനർജി റിക്വയർമെന്റ് കുറവായിരിക്കണം. അപ്പൊ ആ പോയിന്റ്സ് എല്ലാം എഴുതാം. ഇവിടെ ഒരു ഡയഗ്രാം കൂടെ കാണിച്ചിട്ടുണ്ട്. ഈ ഡയഗ്രാംസ് ഒക്കെ തരുന്നത് ദീസ് ആർ ടു ഗിവ് യു ആൻ ഐഡിയ how you can innovate when you are writing answers. ഇങ്ങനെ ഡയഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്കും കൂടുതൽ ക്രെഡിറ്റും കിട്ടും. So that is the idea behind bringing diagrams so that you can use them in the exam. Okay, moving on to the next question now. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എത്തുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ്. Examine the basic principles of India's foreign policy. അതാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ് ബേസിക് പ്രിൻസിപ്പൽസ് ഓഫ് ഇന്ത്യസ് ഫോറിൻ പോളിസി? നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 21 തൊട്ടിട്ട് മാർക്സ് മാറി. ഇനി തൊട്ട് അങ്ങോട്ടുള്ള 8 ക്വസ്റ്റ്യൻസിന് 5 മാർക്ക് വെച്ചാണ്. ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും 3 മാർക്ക് വെച്ചാണ്. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യന് ഒരാൾക്ക് ആവറേജ് 3.5 മിനിറ്റ് കിട്ടുക. ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്കിനി 6 മിനിറ്റ് ആണ് ഇവിടുന്ന് അങ്ങോട്ട് ഓരോ ക്വസ്റ്റ്യനിലുള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഇന്ത്യസ് ഫോറിൻ പോളിസി. അപ്പൊ ഇവിടെ ഫോറിൻ പോളിസിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴെല്ലാം നമുക്കറിയാം, നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഫോറിൻ പോളിസി അറൈസസ് ഫ്രോം പഞ്ചശീൽ എന്നാ പറയുക. അതായത് നെഹ്റുവിന്റെ കാലഘട്ടം തൊട്ട് 1950 തൊട്ട് പഞ്ചശീൽ ഈസ് സെഡ് ടു ബി ദ ബെഡ് റോക്ക്, ഈസ് ടു ബി സെഡ് ടു ബി ദ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യസ് ഫോറിൻ പോളിസി. അപ്പൊ പഞ്ചശീലില് 5 പ്രിൻസിപ്പിൾസ് നമ്മൾ പറയുന്നുണ്ട്, വിച്ച് യു ഹാവ് ടു എന്യൂമറേറ്റ്. Mutual respect for each other's territorial integrity and sovereignty, അതാണ് 1. Mutual non-aggression, അതാണ് 2. Mutual non-interference ആണ് 3. Equality and mutual respect or benefit 4. പിന്നെ പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ്. ഈ 5 പ്രിൻസിപ്പൾസിനെയാണ് നമ്മൾ പഞ്ചശീൽ എന്ന് പറയുന്നത്. നെഹ്റു ഈ 5 പോയിന്റ്സിനെയാണ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യസ് ഫോറിൻ പോളിസി എന്ന് പറഞ്ഞ് പഞ്ചശീൽ എന്ന് വിളിച്ചത്. ഇതല്ലാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് 3-4 കാര്യങ്ങളുണ്ട് വിച്ച് ഫോം ദ ബേസിക് ഫിലോസഫി ഓഫ് ഇന്ത്യസ് ഫോറിൻ പോളിസി. ബേസിക് ഫിലോസഫി അല്ലെങ്കിൽ ബേസിക് തീം ഓഫ് ഇന്ത്യസ് ഫോറിൻ പോളിസി എന്ന് പറയുന്നതിൽ ഒന്നാണ് ഗുജറാൾ ഡോക്ട്രിൻ, അതായത് നോൺ റെസിപ്രോക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് സ്മോളർ നെയ്ബേഴ്സ്. അപ്പൊ അതിൽ നമ്മൾ എടുത്തു പറയുന്നത് നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക അതൊക്കെയാണ്. അതായത് നോൺ റെസിപ്രോക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവര് നമുക്ക് എന്ത് ചെയ്യും, അവര് നമുക്ക് എന്ത് ബെനിഫിറ്റ് തരും എന്ന് നോക്കാതെ തന്നെ നമ്മൾ അവർക്ക് പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കുക. അതാണ് ബേസിക്കലി നോൺ റെസിപ്രോക്കൽ. എനിക്ക് എന്ത് കിട്ടും എന്ന് ഞാൻ ചിന്തിക്കാതെ, ബിക്കോസ് ഐ ആം എ ബിഗർ, ഞാനാണ് ഇച്ചിരൂടെ വലുതും, അതുകൊണ്ട് തന്നെ ഇച്ചിരി മാഗ്നാനിമിറ്റി കാണിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം സ്മോളർ നൈബേഴ്സിന് ചെയ്തു കൊടുക്കുക എന്നുള്ള പ്രിൻസിപ്പിൾ ആണ് ഗുജറാൾ ഡോക്ട്രിൻ പറയുന്നത്. പിന്നെ അതല്ലാതെ നമുക്ക് ഡെമോക്രസി, സ്റ്റാൻഡിങ് അപ്പ് ഫോർ സ്മോളർ കൺട്രീസ്, സ്മോളർ ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഇൻ പ്ലാറ്റ്ഫോംസ് ആൻഡ് ഫോറംസ്. ഡെവലപ്പിംഗ് കൺട്രീസിനും സ്മോളർ കൺട്രീസിനും വേണ്ടി ഇന്ത്യ പലപ്പോഴും ലീഡർഷിപ്പ് എടുക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ ഫോറിൻ പോളിസിയുടെ ഒരു കോമൺ തീമാണ്, ഒരു ജനറൽ ബേസിക് പ്രിൻസിപ്പിൾ ആണ്. പ്രൊമോഷൻ ഓഫ് ഡെമോക്രസി അല്ലെങ്കിൽ ഡെമോക്രസിയെ സപ്പോർട്ട് ചെയ്യുക. ഓൾസോ സപ്പോർട്ടിങ് ദ ജനറൽ ഡിസിഷൻ മേക്കിംഗ് ഓഫ് എ പീപ്പിൾ. അതായത് ഫോഴ്സ്ഡ് ചേഞ്ച് ഇൻ റൂൾ കൊണ്ടുവരാതെ ഒരു റീജിയനിലെ ആൾക്കാരെ ആ ട്രാൻസിഷൻ ഓഫ് പവറിനെ ഏൽപ്പിക്കുക. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇന്ത്യക്ക് ഒരു ബേസിക് സെൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ മെയിൻലി നമ്മൾ പഞ്ചശീല്, പിന്നെ വേണമെങ്കിൽ ബാക്കി കാര്യങ്ങളായിട്ട് ഗുജറാൾ ഡോക്ട്രിൻ, പ്രൊമോഷൻ ഓഫ് ഡെമോക്രസി, ലീഡർഷിപ്പ് റോൾ ഇൻ കേസ് ഓഫ് സ്മോളർ ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്, സ്ട്രാറ്റജിക് ഓട്ടോണോമി ഒക്കെ പറയാം. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയാം. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ പല ആൻസേഴ്സും വളരെയധികം വലുതായിരിക്കും, പക്ഷെ അത് നിങ്ങൾക്ക് കണ്ടന്റ് തരാൻ വേണ്ടി മാത്രമുള്ളതാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ക്വസ്റ്റ്യനിൽ 5 മാർക്ക് ആണെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ പ്രൈമറിലി ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ടാവണം. പ്രൈമറിലി ക്രക്സ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണോ അത് അഡ്രസ് ചെയ്തിട്ടുണ്ടാവണം. അത് നമ്മൾ ഈ പറയുന്ന സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവണം. അതാണ് നമ്മുടെ ഫോക്കസ്. 6 മിനിറ്റിൽ ബേസിക് പ്രിൻസിപ്പിൾസ്, ഇന്ത്യൻ ഫോറിൻ പോളിസിയെ കുറിച്ച് പറഞ്ഞിട്ട് ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. അപ്പൊ ഈ ആൻസർ കീയിൽ ചാലഞ്ചസും പറയുന്നുണ്ട്. ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ദ മെയിൻ ക്വസ്റ്റ്യൻ. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, presidential form of government for India is suitable or not? Give critical comments. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പോളിറ്റി ബേസിക് പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം തന്നെ ഒരു ഇൻട്രോ കൊടുക്കുക. ഡെമോക്രാറ്റിക് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള പ്രസിഡൻഷ്യൽ ഫോമും ഉണ്ട്,
പിന്നെ നമ്മൾ പറയുന്ന പ്രൈം മിനിസ്റ്ററിയൽ ഫോമും ഉണ്ട്. രണ്ട് തരത്തിലാണ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ്സ് പ്രൈമറിലി ഉള്ളത്. എന്നിട്ട് ഇന്ത്യയിൽ ഫോം ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന പ്രൈം മിനിസ്റ്ററിയൽ മോഡൽ ആണ്. എന്താണ് പ്രസിഡൻഷ്യൽ മോഡൽ എന്നുള്ളതിന്റെ ഗുണം പറയുക. അപ്പൊ ഇതില് വളരെ നന്നായിട്ട് ആ കീലോ അത് പറയുന്നുണ്ട്. 2 പോപ്പുലർ ഡെമോക്രാറ്റിക് സിസ്റ്റംസ് ആണ് ഉള്ളത്. പ്രസിഡൻഷ്യൽ സിസ്റ്റം ഫോളോഡ് ഇൻ US, parliamentary system as followed in India, borrowed from Britain. The presidential system of government is one in which the executive is not responsible to the legislature for its policies and is constitutionally independent of the legislature. അതായത് USA കാര്യമാണ് പറയുന്നത്. ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈസ് ഹെഡഡ് ബൈ പ്രസിഡന്റ് ആൻഡ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേച്ചർ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് വ്യത്യാസം. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസ് എന്താ? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് ഇന്ത്യക്ക് സൂട്ടബിൾ ആണോ ഇല്ലയോ. അപ്പൊ അത് പറയാൻ ഏറ്റവും നല്ല രീതി എന്താന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസിഡൻഷ്യൽ ഫോം എന്താണെന്ന് പറയുന്നു, നമ്മളിവിടെ പറഞ്ഞു. എന്നിട്ട് പ്രസിഡൻഷ്യൽ ഫോമിന്റെ അഡ്വാൻറ്റേജസ് പറയുന്നു, പ്രസിഡൻഷ്യൽ ഫോമിന്റെ ഡിസഡ്വാൻറ്റേജസ് പറയുന്നു. എന്നിട്ട് ഇന്ത്യൻ കണ്ടെക്സ്റ്റിൽ എന്തുകൊണ്ടാണ് പ്രൈം മിനിസ്റ്റീരിയൽ ഫോം പ്രസിഡൻഷ്യൽ ഫോമിനെക്കാട്ടിൽ നല്ലതെന്ന് പറയുന്നു. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ പറയുന്നതാണ് നല്ലത്. ഇഫ് യു ഫീൽ ലൈക്ക് പ്രസിഡൻഷ്യൽ ഫോം ഈസ് അഡ്വാൻറ്റേജസ് യു ക്യാൻ റൈറ്റ്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഈ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ പ്രൈം മിനിസ്റ്ററിയൽ ഫോം ഓഫ് ഗവൺമെന്റ് നമ്മുടെ നിലനിൽക്കുന്ന ഗവർണൻസ് രീതിയെ തന്നെ സപ്പോർട്ട് എഴുതുന്നതായിരിക്കും ഇച്ചിരൂടെ നല്ലത്. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്താണ്? കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. നിങ്ങൾക്ക് കീ പോയിന്റ്സ് മാത്രമായിട്ട് പറഞ്ഞു പോവാം. സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, സ്റ്റെബിലിറ്റി, ഗവൺമെന്റിൽ കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി ഉണ്ടാവും. എക്സ്പെർട്ട് ഗവൺമെന്റ് ആയിരിക്കും ബിക്കോസ് ഗവർണൻസ് വുഡ് ബി മോസ്റ്റ് ലൈക്ലി ബൈ എക്സ്പെർട്സ് ഓഫ് വേരിയസ് സെക്ടേഴ്സ്. പോളിസി ഇംപ്ലിമെന്റേഷൻ ഇച്ചിരൂടെ നല്ലതായിരിക്കും. പിന്നെ പ്രസിഡന്റ് എന്ന് പറയുന്ന ആൾ ഡയറക്ട്ലി എലക്ടഡ് ബൈ ദ ഗവൺമെന്റ് ആയതുകൊണ്ട് ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ഈസ് എ ഡയറക്ട് റിഫ്ലക്ഷൻ ഓഫ് പീപ്പിൾസ് ചോയ്സ്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രസിഡൻഷ്യൽ സിസ്റ്റം? അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ അതൊരു അതോറിറ്റേറിയൻ റൂൾ ആവാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് his actions are not moderated by the legislature and therefore it can easily become an authoritarian rule. Lack of accountability and responsibility, നമ്മളിപ്പോ പറഞ്ഞതുമായിട്ട് തന്നെ സിമിലർ പോയിന്റ് ആണ്. എക്സിക്യൂട്ടീവ് ഹാസ് നോ റെസ്പോൺസിബിലിറ്റി ടു ലെജിസ്ലേച്ചർ. ഇന്ത്യയിൽ എന്ന പോലെ ലെജിസ്ലേച്ചറിനോട് ഉത്തരം പറയേണ്ട ഒരു ആവശ്യം പ്രസിഡന്റിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ there is hardly any accountability or responsibility. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ബിക്കോസ് ദർ ഇസ് എ ക്ലിയർ സെപ്പറേഷൻ ഓഫ് പവർ, ഡെഡ്ലോക്ക് ബിറ്റ്വീൻ എക്സിക്യൂട്ടീവ്സ് ആൻഡ് ലെജിസ്ലേച്ചർ ഈസ് ഹൈലി പോസിബിൾ, ഹൈലി ലൈക്ലി. അതും പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു കുഴപ്പമാണ്. ദെൻ ലാക്ക് ഓഫ് കോപ്പറേഷൻ ആൻഡ് റിജിഡ് സിസ്റ്റം ബിറ്റ്വീൻ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ. ഇതൊക്കെയാണ് പ്രൈമർലി നമ്മൾ ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. Then arguments in favor of parliamentary system in India, or you can also say why presidential system is not suitable for India. എന്തുകൊണ്ടാ? ഇന്ത്യ ഒരു വളരെയധികം ഡൈവേഴ്സ് കൺട്രിയാണ്. ഒരുപാട് തരത്തിലുള്ള ആൾക്കാർ, ഒരുപാട് തരത്തിലുള്ള കൾച്ചർ, ഒരുപാട് തരത്തിലുള്ള റീജിയൻ, ക്യുസൈൻസ്, കസ്റ്റംസ് ഉള്ള നാടാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രസിഡൻഷ്യൽ ഫോം എന്നുള്ളത് നമുക്കൊരു ഇൻക്ലൂസീവ് ഗവർണൻസ് ഉണ്ടാക്കാൻ ശരിയായിരിക്കില്ല. സോ ഗിവൺ അവർ ഡൈവേഴ്സ് നേച്ചർ പാർലമെന്ററി സിസ്റ്റം സൂട്ട്സ് അസ് ബെറ്റർ. ഒരു ടൈം ടെസ്റ്റഡ് മോഡലാണ്. ഇൻ ദി കേസ് ഓഫ് ഇന്ത്യ, ഇഫ് യു ലുക്ക് അറ്റ് അവർ നൈബേഴ്സ്, നമ്മുടെ നൈബേഴ്സ് ഒക്കെ പലതരത്തിലുള്ള മോഡൽ എടുത്തിട്ടും ഡെമോക്രസി അത് ബംഗ്ലാദേശിലായാലും പാകിസ്ഥാനിലായാലും നേപ്പാളിലായാലും പല പ്രാവശ്യമായിട്ട് ഫെയിൽ ചെയ്യുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ് ഒരുപാട് പ്രാവശ്യം വരുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഈവൻ എമർജൻസി സമയത്ത് പോലും അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് സ്റ്റുഡ് ഇറ്റ്സ് ഗ്രൗണ്ട്. സോ the presidential form in India, or the prime ministerial form in India, or otherwise called the parliamentary system in India, is a time tested model, and it's one that Indian population is used to. Adum or advantage ആണ്. Importance on accountability. Indian context, the executive led by prime minister and cabinet ministers are actually responsible to parliament, making sure that there is greater responsibility and accountability. പിന്നെ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ നേച്ചർ, like we said, because it's really diverse, the nature of Indian federalism also makes parliamentary system the better system for India. അപ്പൊ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് യു ക്യാൻ സേ പാർലമെന്ററി സിസ്റ്റത്തിൽ കുറെ ഷോർട്ട് കമ്മിങ്സ് ഉണ്ടെങ്കിലും ഇറ്റ് ഹാസ് പ്രൂവൺ ടു ബി സൂട്ടബിൾ ആൻഡ് മോർ എഫക്റ്റീവ് ഫോർ ഇന്ത്യൻ സൊസൈറ്റി. ഇങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് പ്രസിഡൻഷ്യൽ ഫോം ആണ് കൂടുതൽ സൂട്ടബിൾ എന്ന് തോന്നുന്ന രീതിയിൽ എഴുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. അപ്പൊ പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ ഇവിടെ നിങ്ങൾ എഴുതണം ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് പ്രസിഡൻഷ്യൽ സിസ്റ്റം
rather than parliamentary system in India എന്ന് പറഞ്ഞിട്ട് ഇവിടെ supporting factors ചെയ്ത. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ because parliamentary system has worked so well for us, we should stick to parliamentary system എന്നാണ് എൻ്റെ personal അഭിപ്രായം. I think writing this way would be better. Okay, moving on to the next question. Okay, അടുത്ത question number 23. Can Parliament punish its own members for breach of privileges? What penalties can be imposed on members? വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. ബ്രീച്ച് ഓഫ് പ്രിവിലേജസിലാണ് ചോദ്യം. Can a parliament punish its own members? Yes. അപ്പൊ ആദ്യം യെസ് എന്ന് പറയുന്നതിന് മുമ്പ് ബ്രീച്ച് ഓഫ് പ്രിവിലേജസ് എന്താണ് പാർലമെന്ററി പ്രിവിലേജസ്, എന്താണ് ഈ പറയുന്ന പാർലമെന്ററി റൈറ്റ്സ് ആൻഡ് ഇമ്മ്യൂണിറ്റീസ് എൻജോയ്ഡ് ബൈ പാർലമെന്റ് ആസ് എ ഹൗസ് ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ് എന്നുള്ളത് ഒന്നോ രണ്ടോ വാക്യങ്ങളിൽ പറയാം. ഒറിജിൻ ഓഫ് പാർലമെന്ററി പ്രിവിലേജ് എവിടെ നിന്നാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു ലൈനിൽ പറയാം. യു ക്യാൻ സേ constitutional provision under in article 105. Then you can say there are rules of procedure, there are democratic conventions ഉണ്ട്. ഈ കണ്ടെക്സ്റ്റിൽ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. അതായത് ബ്രീച്ച് ഓഫ് പ്രിവിലേജ് അല്ലെങ്കിൽ പാർലമെന്ററി പ്രിവിലേജസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പൊ എന്താണ് പാർലമെന്ററി പ്രിവിലേജസ് എന്ന് പറയാ? ദീസ് ആർ ബേസിക്കലി റൈറ്റ്സ് ആൻഡ് ഇമ്മ്യൂണിറ്റീസ് എൻജോയ്ഡ് ബൈ പാർലമെന്റ് ആസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് MPs in their individual capacity. അപ്പോൾ if parliament's image is tarnished or member of parliament's image is deliberately tarnished, അങ്ങനെയാണ് ബ്രീച്ച് ഓഫ് പ്രിവിലേജ് ഇൻവോക്ക് ചെയ്ത് പാർലമെന്റ് ആസ് എ ഹൗസ് അവരെ പണിഷ് ചെയ്യാൻ പറ്റും. അത് ബോത്ത് ഔട്ട്സൈഡേഴ്സ് ആൻഡ് ഇറ്റ്സ് ഓൺ മെമ്പേഴ്സ്. അപ്പൊ എന്തൊക്കെ പെനാൽറ്റി ആണ് അങ്ങനത്തെ കേസസിൽ ഇമ്പോസ് ചെയ്യാൻ പറ്റുക? അപ്പൊ അവര് ഡിസിപ്ലിൻ തെറ്റിക്കുകയാണ്. ഇൻഡിസിപ്ലിനറി ആക്ഷൻ ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാം. വിഡ്രോവൽ ഫ്രോം ഹൗസ് ആണ് പൊതുവെ, അതായത് ഹൗസിൽ നിന്ന് അവരെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് പൊതുവെ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുന്നത് സസ്പെൻഷൻ ആണ്. റിപ്രിമാൻഡ് ചെയ്യാം, അഡ്മോണിഷൻ വഴക്ക് പറയാം, റിപ്രിമാൻഡ് ചെയ്യാം. പിന്നെ ഇതല്ലാതെ ഇത് രണ്ടും ഇച്ചിരിയും കൂടെ സീരിയസ്. നമ്മൾ നോർമലി വാർത്തകളിൽ കാണുന്ന വിഡ്രോവൽ ഫ്രോം ദി ഹൗസ്, ഒരുപാട് അൺറൂളി ബിഹേവിയർ ആണെങ്കിൽ വിഡ്രോവൽ ഫ്രോം ദി ഹൗസ് ചെയ്യാം, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാം. ഇത് രണ്ടും വളരെ എക്സ്ട്രീം ആണ്, വിച്ച് വി ഡോണ്ട് നോർമലി സീ ഇംപ്രസൺമെന്റ് ഓർ എക്സ്പെൽഷൻ ഫ്രോം ദി ഹൗസ്. അപ്പൊ പാർലമെന്റ് ആസ് എ ബോഡി ക്യാൻ ഓൾസോ ഇംപ്രിസൺ ഓർ എക്സ്പെൽ മെമ്പേഴ്സ് ഫ്രോം ഇറ്റ്സ് ഹൗസ് ഫോർ ബ്രീച്ച് ഓഫ് ഇറ്റ്സ് പ്രിവിലേജസ്. ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ അപ്പോൾ ബ്രീച്ച് ഓഫ് പ്രിവിലേജസ് എന്താണെന്ന്, പാർലമെന്ററി പ്രിവിലേജസ് എന്താണെന്ന് പറയാ. പാർലമെന്റ് പ്രിവിലേജസ് എന്ന് പറയുന്ന സാധനത്തിന്റെ ഒറിജിൻ എവിടെ നിന്നാണ്, എന്തൊക്കെ കൺവെൻഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് അവിടെ നിന്നൊക്കെയാണ് വരുന്നത്, എന്നിട്ട് എന്തൊക്കെ പെനാൽറ്റി ഇമ്പോസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയാം. ഓക്കെ, മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 24. Critically analyze the position of governor as provided under the Constitution of India. Also enumerate the Sarkaria Commission recommendations on the appointment of governor. വളരെ ഇമ്പോർട്ടന്റ് ഒരു ഏരിയ ആണ് ഗവർണർ എന്ന് പറയുന്ന സാധനം. അപ്പൊ അതിൽ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ക്രിട്ടിക്കലി അനലൈസ് പൊസിഷൻ ഓഫ് ഗവർണർ. അതാണ് ആദ്യത്തെ പാർട്ട്. പൊസിഷൻ ഓഫ് ഗവൺമെന്റ് ആസ് ഗിവൺ അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നമ്മൾ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യണം. അതിന്റെ രണ്ട് സൈഡും ക്രിട്ടിക്കലി അനലൈസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മെറിറ്റ്സ്, അതിന്റെ ഇഷ്യൂസ് രണ്ടും അഡ്രസ് ചെയ്യണമെന്നാണ്. ഓൾസോ എന്യൂമറേറ്റ് സർക്കാരിയ കമ്മീഷൻ റെക്കമെൻഡേഷൻസ് ഓൺ ദി അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണർ. അപ്പൊ ഇതിൽ നമുക്ക് എങ്ങനെയാണ് ആദ്യം നമ്മൾ പൊസിഷൻ ഓഫ് ഗവർണർ എന്താന്ന് പറയണം. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ആണ്, ഡ്യുവൽ റോൾ ആണ്. ഒന്ന്, അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റും ആണ്, ഏജന്റ് ഓർ റെപ്രസെന്റേറ്റീവ് ഓഫ് സ്റ്റേറ്റും ആണ്. അതാണ് ഡ്യുവൽ റോൾ എന്ന് നമ്മൾ പറയുന്നത്. സോ അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റോൾ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റോൾ പറയുമ്പോൾ തന്നെ ആർട്ടിക്കിൾ 163 ഇൻവോക്ക് ചെയ്യാം, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടന്റ്, which gives a governor constitutional discretion unlike president. അപ്പോൾ പ്രസിഡന്റ് പോലും ഇല്ലാത്ത കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിഷൻ ആർട്ടിക്കിൾ 163 ഗവർണറിന് കൊടുക്കുന്നുണ്ട്. ഇത് ഗവർണറിന്റെ പദവിയുടെ ഇമ്പോർട്ടൻസ് ആണ് കാണിക്കുന്നത്. സോ യു ആർ ട്രൈങ് ടു പ്രൂവ് ഹൗ ഇമ്പോർട്ടന്റ് ദാറ്റ് പൊസിഷൻ ഓഫ് ഗവർണർ ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളിലാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിപ്ഷൻ ഉള്ളതെന്നുള്ളത് പെട്ടെന്ന് പറയാം. ഒരു ബില്ല് റിസർവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾ 356 പ്രകാരം പ്രസിഡന്റ്സ് റൂള് ഒരു സംസ്ഥാനത്ത് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററിന്റെ അടുത്ത് ഇൻഫോർമേഷൻ ഏതെങ്കിലും എക്സിക്യൂട്ടീവ് ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷനിൽ ഇൻഫോർമേഷൻ സീക്ക് ചെയ്യുമ്പോഴോ ഒരു ഗവർണർ അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും യൂസ് ചെയ്യുക. ഇതല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിപ്ഷൻ അല്ലാതെ ഗവർണറിന് കുറച്ച് സിറ്റുവേഷണൽ ഓർ സർക്കംസ്റ്റാൻഷ്യൽ ഡിസ്ക്രിപ്ഷൻ കൂടുണ്ട്. എപ്പോഴാണ്? when a chief minister fails to ensure clear majority in the election. ഒരു
election കഴിഞ്ഞിരിക്കുന്ന സമയത്ത് he has to appoint a governor or chief minister നെ appoint ചെയ്യണം, and there is no clear victor in an election. അങ്ങനെയാണെങ്കിൽ ഗവർണറിന് ഒരു സിറ്റുവേഷണൽ ഡിസ്ക്രിഷൻ ഉണ്ട്. അതേപോലെ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഫെയിൽ ആവുകയാണ്, ആൻഡ് ഇഫ് ഗവർണർ ഡിസ്മിസസ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് he can actually use his discretion to bring a leader supported by most parties into power. Appo ee rendu cases lum whenever there is a failure of government in a state, നമുക്ക് സിറ്റുവേഷണൽ ഡിസ്ക്രിഷൻ ഗവർണറിന് കൊടുത്തിട്ടുണ്ട്. ഈ സിറ്റുവേഷണൽ ഡിസ്ക്രിഷൻ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൽ വലിയൊരു പാരയായിട്ടുണ്ട്. അതായത് ഒരു ഇറിറ്റന്റ് ഇൻ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ആയിട്ട് ഇത് പലപ്പോഴും മാറുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഇഷ്യൂസ്? മിസ്യൂസ് ഓഫ് ആർട്ടിക്കിൾ 366, അതായത് മിസ്യൂസ് ഓഫ് എമർജൻസി പവർ അണ്ടർ ആർട്ടിക്കിൾ 366. ഇദ്ദേഹം ആക്ടിംഗ് ആസ് എ ഏജന്റ് ഓഫ് ദി സെന്റർ rather than as the head of the state, issue with the discretionary powers in a biased role in hung assemblies, interference in legislative business. ഇതൊക്കെയാണ് പുള്ളിയുടെ പൊസിഷന്റെ ഇഷ്യൂസ് വിത്ത് ഗവർണർ പൊസിഷൻസ് ആസ് ഓഫ് നൗ. പിന്നെ ലാക്ക് ഓഫ് ടെന്യൂർ ഒക്കെ പറയാം നമുക്ക്. ഇതിപ്പോ തന്നെ നമ്മൾ കുറച്ചധികം പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് 6 മിനിറ്റേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ പറഞ്ഞിട്ട് ഇത്രയധികം ചിലപ്പോൾ എഴുതാൻ സമയം കാണില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് എഴുതിയിട്ട് ഡയറക്ട്ലി നിങ്ങൾ സർക്കാർ കമ്മീഷൻ റെക്കമെൻഡേഷനിലേക്ക് ചാടണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പഠിച്ചത് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമല്ല എക്സാമിന്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എക്സാമിന്റെ മാർക്കും, എക്സാമിൽ ഒരു ക്വസ്റ്റിന് കിട്ടുന്ന മാർക്കും അതിനുള്ള സമയവും അനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ ഏറ്റവും നല്ല ആൻസർ, ഏറ്റവും കോംപ്രിഹെൻസീവ് ആൻസർ എഴുതാൻ പറ്റുക എന്നുള്ളതാണ് കപ്പാസിറ്റി. സോ യു ഡോണ്ട് ഹാവ് ടു ഓവർലോഡ് വിത്ത് കണ്ടന്റ്. അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു അഡ്രസ് ദ ക്വസ്റ്റ്യൻ വിതിൻ ദി സ്റ്റിപ്പുലേറ്റഡ് ടൈം. അതാണ് നമ്മുടെ ഗോൾ എന്നുള്ളത് മറന്നു പോകരുത്. സോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മോഡൽ കേസ് ചിലപ്പോൾ ഭയങ്കര വലുതായിരിക്കും, 2 പേജ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഡോണ്ട് മൈൻഡ്, യു ഹാവ് ടു സ്റ്റിക്ക് ടു ലൈക് കണ്ടന്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാം. പക്ഷെ യു ഹാവ് ടു മേക്ക് ഷുവർ യു ക്യാൻ 6 മിനിറ്റ് കൊണ്ട് എഴുതാൻ പറ്റുന്ന സാധനം നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ. അത് ശ്രദ്ധിക്കുക. പിന്നെ സർക്കാർ കമ്മീഷന്റെ മേജർ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്? അദ്ദേഹത്തിന് ഒരു ഗവർണർ എന്ന് പറയുന്ന സ്ഥാനത്തിന് മാക്സിമം പൊളിറ്റിക്കൽ ഇന്റർഫറൻസിൽ നിന്ന് ഒഴിവാക്കി വെക്കുക, അദ്ദേഹത്തിന് ഒരു ഫിക്സ്ഡ് ടെന്യൂർ കൊടുക്കുക, അദ്ദേഹത്തിന്റെ റിമൂവൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് വെച്ച് ആക്കുക. പിന്നെ സ്റ്റേറ്റിനെ, അദ്ദേഹത്തെ ഒരു സ്റ്റേറ്റിലെ ഗവർണറിനെ വെക്കുമ്പോഴും അദ്ദേഹത്തെ റിമൂവ് ചെയ്യുമ്പോഴും നിർബന്ധിതമായിട്ടും സ്റ്റേറ്റ് മെഷീനറിയെ കൺസൾട്ട് ചെയ്യുക. ഇതൊക്കെയായിരുന്നു പുള്ളിയുടെ ചില മേജർ റെക്കമെൻഡേഷൻസ്. യു ക്യാൻ റീഡ് മോർ അബൌട്ട് ഇറ്റ്. സർക്കാർ കമ്മീഷനിൽ ഒരുപാട് കാര്യങ്ങളിൽ റെക്കമെൻഡേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ദീസ് ആർ റിഗാർഡിംഗ് ഗവർണേഴ്സ് റെക്കമെൻഡേഷൻ. ഓക്കെ, മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, so the next question is question number 25. Question number 25 പറയുന്നത്, it is of paramount importance to ensure that Election Commission of India shall be insulated from political pressure so as to maintain the purity of elections. So Election Commission വളരെ important ആണ്. In this context, discuss the need to have a relook at the independence of ECI. അപ്പോൾ നമ്മൾ പറയേണ്ടത് ECI ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബോഡി വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കണ്ടെക്സ്റ്റ് ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ കണ്ടെക്സ്റ്റ് ആദ്യം നമ്മൾ ഒന്നും കൂടെ സ്ട്രോങ്ലി എസ്റ്റാബ്ലിഷ് ചെയ്യണം, ഒന്നും കൂടെ സ്ട്രോങ്ലി നമ്മൾ വാദിക്കണം. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വളരെ ഇമ്പോർട്ടന്റ് ബോഡിയാണ്. എന്നിട്ട് ഇൻഡിപെൻഡൻസ് ഓഫ് ECI കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയുക, എന്നിട്ട് അതിന് വേണമെങ്കിൽ സൊല്യൂഷൻ പറയാം. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ നല്ലൊരു സ്ട്രക്ചർ. So let's see. ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ is a constitutional body established under Article 324 which gives its mandate. അതിന്റെ മാൻഡേറ്റും ആർട്ടിക്കിൾ 324ലും 325ലും പറയുന്നുണ്ട്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എല്ലായിടത്തും ലോക്സഭയിലും രാജ്യസഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും നടത്തുക എന്നുള്ളതാണ് പ്രൈമറി ഉത്തരവാദിത്തങ്ങൾ. ആൻഡ് ദെൻ ഓൾസോ ഇലക്ഷൻ ടു ദ സീറ്റ്സ് ഓഫ് ഓഫീസസ് ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. അപ്പൊ ഇതൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഇൻട്രോ കൊടുക്കുന്നു. ദെൻ നമ്മൾ പറഞ്ഞ പോലെ ക്വസ്റ്റ്യന്റെ ആദ്യത്തെ പാർട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ECI ആണ് പറയുന്നത്. നമ്മൾ അത് കുറച്ചും കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അപ്പൊ അവിടെ നമ്മൾ പറയുന്നു ഗാർഡിയൻ ഓഫ് ഡെമോക്രസി ആണ്, കാരണം ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തുന്നതിൽ ECI ആണ് പ്രധാന ഉത്തരവാദി. ഇലക്ടോറൽ പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിലും ഇലക്ടോറൽ അവയർനെസ് കൂട്ടുന്നതിലും ഇലക്ഷൻ കമ്മീഷന്റെ റോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ക്രിമിനലൈസേഷൻ ഓഫ് പോളിറ്റിക്സ് കുറയ്ക്കുന്നതിൽ ഇലക്ഷൻ കമ്മീഷന്റെ റോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ പബ്ലിഷ് ചെയ്യുന്നത് വഴി, കാൻഡിഡേറ്റ്സ് അഫിഡവിറ്റ്സ് പബ്ലിഷ് ചെയ്യുന്നത് വഴി, അങ്ങനെയൊക്കെ പല രീതിയിലും ക്രിമിനലൈസേഷൻ ഓഫ് പോളിറ്റിക്സ് കുറയ്ക്കുന്നതിൽ ECI ഒരു ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്നുണ്ട്.
Then there are certain recent controversies പക്ഷെ പൊതുവെ നമ്മൾ പറയുമ്പോൾ ഈ വക കാരണങ്ങൾ കൊണ്ട് ECI വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് നമ്മൾ പറയാം. However, in the context discussed, the need to have a relook at the independence of ECI എന്ന് പറയുമ്പോൾ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പറയും ഇങ്ങനെയൊക്കെ ആണെങ്കിലും there are various structural issues with how ECI functions. എന്തൊക്കെയാണ് structural issues? ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന് മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാനമുള്ളത്. Election commissioners constitutional സ്ഥാനമില്ല, which puts their position under huge vulnerability. അവരെ vulnerable and susceptible positionൽ ഇടുന്നു. Then suspend expenses. ECIയുടെ expenses, Election Commission of Indiaയുടെ expenses are not charged under Consolidated Fund of India. എല്ലാ important bodiesന്റെയും അവരുടെ സാലറീസും അവരുടെ എക്സ്പെൻഡിച്ചറും is charged under Consolidated Fund of India, and it is important to note here that ECI expenses are not charged under Consolidated Fund of India. പിന്നെ Election Commission of India ക്ക് independent ആയിട്ട് സ്റ്റാഫോ ഒരു സെക്രട്ടറിയേറ്റോ ഇല്ല, which again hampers its independence. Very important. Then it has no legal backing for implementing model code of conduct, which it is supposed to be implemented during election time. Election time model code of conduct implement ചെയ്യുക എന്നുള്ളത് അതിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിനൊരു ലീഗൽ ബാക്കിംഗ്, അതിനൊരു ലീഗൽ മാൻഡേറ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് സ്ട്രക്ചറൽ ഇഷ്യൂസ് ഇൻ ദി വർക്കിംഗ് ഓഫ് ECI. ഫങ്ഷണൽ ഇഷ്യൂസ് നമ്മൾ വേറെ പറയുന്നുണ്ട്. ഇതല്ലാതെ കുറെ ഫങ്ഷണൽ ഇഷ്യൂസ്, അതായത് പാർട്ടീസിനെ ഡീരജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല, മണി പവറും പെയ്ഡ് ന്യൂസും കൺട്രോൾ ചെയ്യാൻ ഒരുപാടധികം സ്ട്രഗിൾ ചെയ്യാറുണ്ട് പലപ്പോഴും. ഡിസ്പൈറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എഫേർട്സ്, ECIയുടെ ബെസ്റ്റ് എഫേർട്സിന് despite of their best efforts, criminalization of politics വളരെയധികം കൂടുതലാണ്. പൊളിറ്റിക്കൽ ഫേവറിറ്റ്സം പലപ്പോഴും അലർജ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇഷ്യൂസ് പറയാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സജഷൻസും വേണമെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ എഴുതാം. 6 മിനിറ്റേ നമുക്കുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് അഡ്രസ് ചെയ്തിട്ട് സമയമുണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ റൈറ്റ് സജഷൻസ്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 26 പറയുന്നത് discuss in brief the legislative relations between the center and the state. Under what circumstances the parliament can legislate in the state list? അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആണ്. ആദ്യത്തെ പാർട്ടിൽ ലെജിസ്ലേറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. രണ്ടാമത്തത് ഏതൊക്കെ സർക്കംസ്റ്റാൻസിൽ സെന്ററിന് സ്റ്റേറ്റ് ലിസ്റ്റിൽ ലെജിസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആദ്യത്തെ പാർട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് പറയുവാണെങ്കിൽ യു ഹാവ് ടു സേ കി ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ദെൻ ഷെഡ്യൂൾ 7ലാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് സബ്ജക്ട്സ് വരുന്നത്, വിച്ച് ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ആർട്ടിക്കിൾ 246. അപ്പൊ ആ 246 ഷെഡ്യൂൾ 7th ഷെഡ്യൂളിൽ ആർട്ടിക്കിൾ 246 ഡിവിഷൻ ഓഫ് പവർ, ലെജിസ്ലേറ്റീവ് പവറിൽ സെൻട്രൽ സ്റ്റേറ്റിന്റെ റിലേഷൻഷിപ്പ് ഏറ്റവും നന്നായിട്ട് പറയുന്ന ആർട്ടിക്കിൾസ് ഒന്നാണ് ആർട്ടിക്കിൾ 246. അത് പറയുമ്പോൾ 7th ഷെഡ്യൂൾ പറയുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ലിസ്റ്റ് പറയാം. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ ഇത് മൂന്നും പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ 3 ലിസ്റ്റ് ഉണ്ടെങ്കിലും ക്വാണ്ടിറ്റേറ്റീവ്ലി ആൻഡ് ക്വാളിറ്റേറ്റീവ്ലി സബ്ജക്ട്സ് ഏറ്റവും കൂടുതൽ ഏതിലാണ്? യൂണിയനിലാണ്. സോ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും പറഞ്ഞിട്ട് യു ക്യാൻ സേ ക്വാളിറ്റേറ്റീവ്ലി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി, അതായത് ക്വാണ്ടിറ്റി വൈസ് നോക്കിയാലും എണ്ണത്തിൽ നോക്കിയാലും ക്വാളിറ്റി വൈസ് നോക്കിയാലും, അതായത് കൂടുതൽ ഫിനാൻഷ്യൽ പവേഴ്സും കൂടുതൽ ഇമ്പോർട്ടന്റും എന്ന് തോന്നിക്കുന്ന സബ്ജക്ട്സ് ആരുടെ കയ്യിലാണ്? യൂണിയൻ ലിസ്റ്റിലെ കയ്യിലാണ്. സോ യു ക്യാൻ സേ ഇവിടെ നമ്മൾ റിലേഷൻഷിപ്പ് ചോദിച്ചിരിക്കുന്ന സ്ഥിതിയിൽ യു ക്യാൻ ക്ലിയർലി സേ ദർ ഇസ് എ ക്ലിയർ അസിമെട്രി in the distribution of legislative powers between center and the states, favoring the centers. Clear asymmetry ഉണ്ടെന്നും പറയാം, അത് favoring the states ആണെന്ന് പറയാം. പിന്നെ favoring the union ആണെന്ന് പറയുന്നതിന് ക്വാണ്ടിറ്റേറ്റീവ്ലി ആൻഡ് ക്വാളിറ്റേറ്റീവ്ലി നമ്പർ കൂടുതലാണ്. കൺകറന്റ് ലിസ്റ്റ് പറയാം. പിന്നെ റെസിഡ്യൂറി പവേഴ്സ് അതും നമ്മൾ യൂണിയനിലാണ് വെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ വക കാര്യങ്ങളാണ് നമ്മൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റിൽ പറയാം. പിന്നെ നമ്മളോട് ചോദിക്കുന്നത് ഏതൊക്കെ സർക്കംസ്റ്റാൻസസിലാണ് പാർലമെന്റിന് സ്റ്റേറ്റ് ലിസ്റ്റിൽ കയറി നിയമം ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത് ആർട്ടിക്കിൾസ് 249 തൊട്ടിട്ട് നമുക്ക് പറയാം. ഓരോ ആർട്ടിക്കിൾ എടുത്ത് തന്നെ പറയാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ അത് പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 249 പറയുന്നത് ഇൻ നാഷണൽ ഇൻട്രസ്റ്റ് രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യുവാണെങ്കിൽ ഇൻ ദാറ്റ് സബ്ജക്ട് പാർലമെന്റ് ക്യാൻ ആക്ച്വലി ആക്ട് ആൻഡ് മേക്ക് എ ലോ.
make a legislation on that subject, even if it is in the state list. അത് ആർട്ടിക്കിൾ 249. അപ്പൊ ആർട്ടിക്കിൾ 249 പ്രകാരം രാജ്യസഭ 2/3 മെജോറിറ്റി വെച്ചിട്ട് ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യുവാണെങ്കിൽ ആ സബ്ജക്റ്റില് പാർലമെന്റിന് നിയമം ഉണ്ടാക്കാൻ പറ്റും, ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ലിസ്റ്റ്. രണ്ടാമത്തത് ആർട്ടിക്കിൾ 250 പ്രകാരം അത് എമർജൻസി സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എമർജൻസി സമയത്ത് സെന്ററിന് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമം ഉണ്ടാക്കാൻ പറ്റും. ഒരു നാഷണൽ എമർജൻസി സമയത്ത് യൂണിയൻ പാർലമെന്റ് ക്യാൻ ലെജിസ്ലേറ്റ് ഓൺ ഓൾ ദി സബ്ജക്ട്സ് ഇൻ 3 ലിസ്റ്റ്. എല്ലാ ലിസ്റ്റും അപ്പൊ കൺകറന്റ് ലിസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പൊ ഇത് അതായത് സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പൊ ഈ കാര്യം ശ്രദ്ധിക്കുക, ആർട്ടിക്കിൾ 250 എമർജൻസിയുടെ സമയത്ത്. പിന്നെ ആർട്ടിക്കിൾ 252 വിത്ത് ദി കൺസെന്റ് ഓഫ് സ്റ്റേറ്റ്സ്. ഇത് ഇച്ചിരി ട്രിക്കിയാണ്. ഒരു 2-3 സ്റ്റേറ്റ്സ് ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യാണ്, അവരുടെ stating that they are submitting their power to legislate on a particular subject and they are submitting that power to center എന്ന് പറയുകയാണെങ്കിൽ ആ നിയമത്തിൽ ആ സബ്ജക്ട്സിൽ പിന്നെ സെന്റർ ആയിരിക്കും നിയമം പാസ്സാക്കുക, വിത്ത് റെസ്പെക്ട് ടു ഓൺലി ദോസ് സ്റ്റേറ്റ്സ് that have legislated that have passed a resolution with regard. അതാണ് ആർട്ടിക്കിൾ 252 പറയുന്നത്. ആ കണ്ടെക്സ്റ്റിലും പാർലമെന്റിന് നിയമം പാസ്സാക്കാം ഓൺ സ്റ്റേറ്റ് ലിസ്റ്റ്. Then power to legislative to give effect to international treaties and agreements. എന്തെങ്കിലും ഇന്റർനാഷണൽ ട്രീറ്റീസോ അഗ്രിമെന്റ്സോ ഉണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനും സെൻട്രൽ ഗവൺമെന്റിനും പാർലമെന്റിനും ആർട്ടിക്കിൾ 253 ഇൻവോക്ക് ചെയ്തിട്ട് ഡയറക്ട്ലി പാർലമെന്റിന് നിയമം പാസ്സാക്കാം, ഈവൻ ഇഫ് ഇറ്റ് ഈസ് വിതിൻ സ്റ്റേറ്റ് ലിസ്റ്റ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ്, ഒരു സ്റ്റേറ്റ് എമർജൻസി, ഒരു പ്രസിഡന്റ് റൂൾ ഒരു സ്റ്റേറ്റിൽ വരുവാണെങ്കിൽ ആ സമയത്ത് പാർലമെന്റിന് ആ സ്റ്റേറ്റ് ലിസ്റ്റിൽ ആ സ്റ്റേറ്റിന് വേണ്ടി ലെജിസ്ലേഷൻ പാസ് ചെയ്യാൻ പറ്റും, പക്ഷെ ഓൺലി ഫോർ ദാറ്റ് സ്റ്റേറ്റ്. അതാണ് ആർട്ടിക്കിൾ 256 പറയുന്നത്. അപ്പൊ ദീസ് ആർ ദ കണ്ടീഷൻസ് അണ്ടർ വിച്ച് പാർലമെന്റ് ക്യാൻ ആക്ച്വലി ലെജിസ്ലേറ്റ് ഓൺ സ്റ്റേറ്റ് ലിസ്റ്റ്. അതാണ് സെക്കൻഡ് പാർട്ട് ചോദിച്ചിരുന്നത്. അപ്പൊ ഇതിൽ മൂന്നാലെണ്ണമെങ്കിലും എഴുതാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. നമ്മൾ 5 കണ്ടീഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 27. Enumerate at least 5 duties under Article 51A of Constitution. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ അറ്റ്ലീസ്റ്റ് 5 എണ്ണം എന്യൂമറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 5 മാർക്കിന് അറ്റ്ലീസ്റ്റ് 5 എണ്ണം ക്ലിയർ ആയിട്ട് എന്യൂമറേറ്റ് ചെയ്യാണ്, 5 മാർക്ക് കിട്ടും, അല്ലെങ്കിൽ 5 മാർക്കിനുള്ള നമ്മൾ എലിജിബിലിറ്റി ആവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ബ്രദർഹുഡ് പ്രൊമോട്ട് ചെയ്യുക, സയന്റിഫിക് ഇൻക്വയറി ഡെവലപ്പ് ചെയ്യുക. നമുക്ക് ആ കറക്റ്റ് ലൈൻ ഓർമ്മ വരണമെന്നില്ല, ബട്ട് ഇഫ് യു ക്യാൻ അറ്റ്ലീസ്റ്റ് റിക്കലക്ട് 5 ഓഫ് ദോസ് ഇറ്റ് വിൽ ബി ഇമ്പോർട്ടന്റ്. അപ്പൊ അത് ജസ്റ്റ് പഠിക്കുക. ടു റെസ്പെക്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് ഐഡിയൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, to respect the node, respect, cherish and follow ideals that have inspired national struggle for freedom, to respect and protect sovereignty, unity and integrity of the country, to render national service when called upon to do so, promote harmony and spirit of common brotherhood, to value and preserve the rich heritage of country's composite culture, to protect and improve natural environment, to develop scientific temper, humanism and spirit of inquiry, to safeguard public property and to observe violence. അപ്പൊ ഇതൊക്കെയാണ് സം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അപ്പൊ ഇതിലൊരു 5 എണ്ണമെങ്കിലും ഓർത്ത് നമുക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതേ കണ്ടെക്സ്റ്റിൽ യു ഷുഡ് ഓൾസോ നോ വാട്ട് ആർ സം ഇമ്പോർട്ടന്റ് ഡ്യൂട്ടീസ് വിച്ച് യു ഫീൽ a citizen should be doing but are not included in our constitution. അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിൽ പ്രൈമർലി നമ്മൾ പറയുന്നത് ഡ്യൂട്ടി ടു പേ ടാക്സ്, ഡ്യൂട്ടി ടു വോട്ട് ഇൻ ആൻ election. അപ്പൊ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ഡ്യൂട്ടീസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഇത് രണ്ടും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലില്ല. അപ്പൊ അങ്ങനെയും ചോദിക്കാൻ സാധ്യതയുണ്ട്, അതും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൗ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 28. What are the areas on which the education of the child shall be directed to as per the Convention on the Rights of the Child? ഈ Convention on the Rights of the Child എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടന്റ്, വളരെ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ കൺവെൻഷൻ ആണ്, വിച്ച് അപ്ലൈസ് ഫോർ ഓൾ ദി ചിൽഡ്രൻസ് അണ്ടർ 18. അത് എഡ്യൂക്കേഷൻ എന്ന ഫണ്ടമെന്റൽ റൈറ്റ്, എഡ്യൂക്കേഷൻ എന്ന ഒരു ലീഗൽ റൈറ്റിനെ റിക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ ഇറ്റ് സേസ് ദാറ്റ് പ്രൈമറി എഡ്യൂക്കേഷൻ ഹാസ് ടു ബി ഫ്രീ and compulsory for all and
Secondary education should also be free and accessible if it's possible to all. അതാണ് ഇതിൽ പ്രൈമറിലി പറയുന്നത്. എഡ്യൂക്കേഷന്റെ കണ്ടെക്സ്റ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കൺവെൻഷൻ ആണ് കൺവെൻഷൻ ഓൺ ദി റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ്. അതും പോരാത്തതിന് അവര് ചില ഏരിയാസ് പറയുന്നുണ്ട് ഓൺ വിച്ച് ദ എഡ്യൂക്കേഷൻ ഓഫ് ദ ചൈൽഡ് ഷാൽ ബി ഡയറക്റ്റഡ് ആസ് പെർ ദ കൺവെൻഷൻ ടു എൻഷുർ ദാറ്റ് ദ ചൈൽഡ് ഡെവലപ്സ് ഇൻ ദ റൈറ്റ് മോൾഡ്. അത് എന്തൊക്കെയാണ് പറയുന്നത്? അതിൽ ആദ്യം അവർ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈൽഡിന്റെ എഡ്യൂക്കേഷൻ ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ ഡെവലപ്പിംഗ് ഹിസ് പേഴ്സണാലിറ്റി, ഹിസ് ടാലന്റ്, മെന്റൽ ആൻഡ് ഫിസിക്കൽ അബിലിറ്റീസ്. എന്നാൽ മാത്രമേ ആ പറയുന്ന ചൈൽഡ് ഒരു ഫുള്ളി വെൽ ഗ്രോൺ ഹ്യൂമൻ ആയിട്ട് വളർന്നു വരുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഒരു റെസ്പെക്ട് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഫ്രീഡംസ് എന്നുള്ളത് മനസ്സിലാക്കുകയും അത് അനുഭവിച്ചറിഞ്ഞ് വളർന്ന രീതിയിൽ വേണം എഡ്യൂക്കേഷൻ. അതായത് ഹ്യൂമൻ റൈറ്റ്സും ഫണ്ടമെന്റൽ ഫ്രീഡംസിനെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള പഠിത്തമായിരിക്കണം ഉണ്ടായിരിക്കുക. ദെൻ വി ഷുഡ് എഡ്യൂക്കേഷൻ ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ് ഷുഡ് ഹാവ് focus on respect for the child's parents, including his own cultural identity, language and values, or for the national values of the country in which the child is growing. Adum pinne the preparation of the child is also, it is important during the education of a child to ensure that he learns to appreciate a responsible life in a free society in the spirit of understanding, peace, ടോളറൻസ്, ഇക്വാലിറ്റി ഓഫ് സെക്സസ്, ഫ്രണ്ട്ഷിപ്പ് എമംഗ് ഓൾ പീപ്പിൾ എന്നുള്ള കോൺസെപ്റ്റ്സ്, ഇങ്ങനത്തെ ഇഗാലിറ്റേറിയൻ ആൻഡ് ലിബർട്ടേറിയൻ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കി വേണം ഒരു കൊച്ച് വളരാൻ. അതാണ് അതിന്റെ ഒരു പോയിന്റ്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് റെസ്പെക്ട് ഫോർ നാച്ചുറൽ എൻവയോൺമെന്റ്. ഈ പറയുന്ന കാര്യങ്ങളിലായിരിക്കണം ഒരു കൊച്ചിന്റെ എഡ്യൂക്കേഷണൽ ഫോക്കസ്, സോ ദാറ്റ് എ ചൈൽഡ് ഗ്രോസ് ഇൻ ദ റൈറ്റ് മോൾഡ് എന്നാണ് ഈ പറയുന്ന കൺവെൻഷൻ ഓൺ ദി റൈറ്റ്സ് ഓഫ് ചൈൽഡ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, so that's all for paper 2 discussion. With other question papers and other initiatives, Team Enlight will join you soon. Thank you.